ഗായ്സ് അസ്സലാമു അലൈക്കും. അപ്പം കുറേ ദിവസമായി നമ്മൾ വന്നിട്ട് വീഡിയോയിലോട്ടേക്ക് വന്നിട്ട് ഭയങ്കര പ്രശ്നമാണ്, ബോഡിയിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം നോമ്പൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അൽഹംദുലില്ലാ. പക്ഷേ എന്താ ഗായ്സ് പറയുക, ഒരുപാട് ആൾക്കാർക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ കാര്യം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുക വെച്ചാൽ നന്നായിട്ട് ബോഡി കൂളാവുന്ന ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക, പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിപ്പിക്കണം. പ്രഗ്നൻസി ഉള്ള ആളാണെങ്കിൽ മറക്കണ്ട, ഇത് എങ്ങനെയൊക്കെ പോകാൻ പറ്റും, അല്ലെങ്കിൽ നോറ്റ് വീടിയാലും മതി അറിയാലോ. അപ്പം കൂടുതൽ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുതെന്നേ പറയുന്നുള്ളൂ. അപ്പം എല്ലാം ശ്രദ്ധിക്കുക. പിന്നെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മമാരാണെങ്കിൽ അവർ നോമ്പെടുത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ചൂട്ടത് ശരിക്കും പറഞ്ഞാൽ പാല് കിട്ടൂല. അപ്പം ആ കുട്ടികളോട് ചെയ്യുന്ന ഒരു വലിയ പാപമാണ്. അപ്പം നമുക്കതിന് ശിക്ഷയാണ് കിട്ടുക. അങ്ങനെയുള്ള ആൾക്കാർ നോമ്പ് വിട്ട് കളഞ്ഞാൽ പിന്നെ നൂറ്റ് വീടിയാൽ മതി. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാണ്ട് നോക്കുക. പിന്നെ നമ്മളെ മക്കൾക്ക് നല്ല നല്ല തണുപ്പുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് നോക്കിയെടുക്കുക. കാരണം അവർ കഴിക്കുകയൊന്നുമില്ല. അവർക്ക് നോമ്പൊക്കെ എടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ ഇങ്ങനെയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മതി എന്നൊക്കെ പറഞ്ഞ് ക്ഷീണം അതൊക്കെയാണ് ഉണ്ടാവുന്നത്. അതങ്ങനെ തന്നെയാണ് കുട്ടികൾ. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ മക്കളെ ബോഡിയും. അപ്പോൾ അതുപോലെ തന്നെ നോക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ വീട്ടിൽ വെച്ചാൽ എനിക്ക് വീഡിയോസിലേക്കെല്ലാം വരണം എന്നെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, രണ്ടെണ്ണത്തിൻ്റെ ബാക്കിൽ പിന്നാലെ ഓട്ടമാണ് ഗൈസ്. അപ്പം ഓടി പിന്നെ റംലാൻ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ആ റംലാൻ്റെ നല്ല രീതിയിൽ തന്നെ നോമ്പെടുത്ത് വിടുന്നതാണ് ഇഷ്ടം. ഇൻഷാ അല്ലാ അങ്ങനെ തന്നെ അങ്ങ് പോകുന്നുണ്ട്. ഇനി എന്താവും എന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ ചൂട് കാരണം ഐസൂട്ടിക്ക് ഭയങ്കര ചുടുകുരു വന്ന് അങ്ങനെ ഐസൂൻ്റെ ബോഡി ഒന്നും പറയാത്തതാണ് നല്ലത്. ആ കോലത്തിലാണ്. നമ്മുടെ ബോഡിക്ക് പ്രശ്നമാണ്. എനിക്കും എൻ്റെ മോക്കും അതുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടടിക്കുമ്പോൾ നമുക്ക് ബോഡിയിൽ ചുവപ്പ് കളറും മീൻസ് ഒരു നമുക്ക് തന്നെ നമ്മളെ ബോഡിയിൽ ഒരു വേദന പോലെ, ഒരു പുകച്ചൽ ഒക്കെ, ഒരു എന്താ പറയുക, ചെറിയ കുമിള് ചെറിയ കുരു പോലെയാണ് ഉണ്ടാവുക. അത് കുമിളെന്ന് പറയാനില്ല, ഒക്കെ ഒരു പൊടുപ്പായിട്ട് ഭയങ്കര ചൂട് ബോഡിയാണ്. ഐസോനെ ഇപ്പോൾ കാണുമ്പോൾ പാവം, എന്നെ അറിയുന്നതുകൊണ്ട് ഐസോനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കസ്കസ് വെള്ളത്തിലിട്ടിട്ട് വയറ്റിലോട്ടേക്ക് എത്തിക്കാൻ മാക്സിമം നോക്കുക. കസ്കസ് നമ്മളെ ബോഡി തണുപ്പിക്കുന്ന ആയിട്ടാണ്. പിന്നെ കുട്ടികൾ അതിൻ്റെ കറുപ്പൊക്കെ കണ്ടാൽ ചിലപ്പം കുടിച്ചില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. എന്നാലും പിന്നെ തൈരൊക്കെ കുടിപ്പിക്കുക. അങ്ങനെയൊക്കെ കുടിക്കുന്ന മക്കളാണെങ്കിൽ വായിൽ വെച്ച് കൊടുക്കുക. അപ്പം അതൊക്കെ നോക്കിയിട്ട് ഗൈസ്, ജലദോഷം കാരണം കൂടുതൽ പറയാനൊന്നും പറ്റുന്നില്ല. നല്ല നല്ല ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, മനസ്സിൽ പറയാൻ ആഗ്രഹമുള്ള കഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര പ്രശ്നമുള്ളത് കാരണം ആവുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ്, നിങ്ങളെ പ്രിയപ്പെട്ട മരിച്ചവരെ കൂടെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പം അതിൻ്റെ കൂടെ എന്നെ ഓർമ്മയുള്ള ആൾ ഉണ്ടെങ്കിൽ, എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അവരെയും ഓർക്കണം. അപ്പം നിങ്ങളെ ദുആയിൽ അവരെയും കൂടി ചേർക്കുക. അപ്പം എനിക്ക് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഐസൂട്ടി ഇതാ ഉറങ്ങി എണീച്ചതാണ് ഗായ്സ്. അങ്ങനെ ഒക്കെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇരുത്തിയതാണ്. എൻ്റെ ബാക്കിൽ വന്നിട്ട് ഒരു കൊപ്രായം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ വീഡിയോസ് നല്ലതാണെങ്കിൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.